ബദരിയിൽ പാണ്ഡവന്മാർ താമസിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം വടക്കുനിന്ന് വീശിയ കാറ്റിൽ എവിടെ നിന്നോ സൗരഭ്യം പരത്തുന്ന ഒരു മനോഹര പുഷ്പം പാഞ്ചാലിയുടെ അരികിൽ വന്നു വീണു. പുഷ്പത്തിന്റെ വർദ്ധിച്ച സൗന്ദര്യവും അതിന്റെ സൗരഭ്യവും ദ്രൗപദിയെ ശരിക്കും മത്തുപിടിപ്പിച്ചു. അത്തരം കുറെ പുഷ്പങ്ങൾ കൂടി കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം പാഞ്ചാലി ഭീമസേനനോട് പറഞ്ഞു. പ്രിയ പത്നിയുടെ ആഗ്രഹസാധ്യത്തിനായി തന്റെ ഗദയുമെടുത്ത് ഉടൻ തന്നെ ഭീമസേനൻ ആ സുന്ദര സുരഭില പുഷ്പം അന്വേഷിച്ച് വടക്കോട്ട് യാത്രയായി. കാടുകളും മേടുകളും നാടുകളും നഗരങ്ങളും കടന്ന് ഭീമസേനൻ ഗന്ധമാദന പർവ്വതത്തിലുള്ള കദളി വനത്തിലെത്തി. വായുപുത്രനായ ഹനുമാന്റെ വാസസ്ഥലമാണ് കദളി വനം. ഭീമസേനന്റെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കിയ ഹനുമാൻ ഭീമന്റെ അഹങ്കാരമൊന്ന് ശമിപ്പിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. ഹനുമാൻ ഭീമന്റെ വഴി തടഞ്ഞുകൊണ്ട് ക്ഷീണിതനായി കിടന്നു. തനിക്ക് മാർഗതടസ്സമായി കിടക്കുന്ന മുതുക്കൻ കുരങ്ങനോട് വഴി മാറി തരുവാൻ ഭീമസേനൻ കൽപ്പിച്ചു. താൻ ക്ഷീണിച്ച അവശനായതിനാൽ എഴുന്നേറ്റ് മാറാൻ ഒക്കില്ലെന്ന് ഹനുമാൻ പറഞ്ഞു. അതിനാൽ വഴിയിൽ നീണ്ടു കിടക്കുന്ന തന്റെ വാൽ മുറിച്ചു കടന്നു പൊയ്ക്കൊള്ളുവാൻ ഹനുമാൻ ഭീമനോട് നിർദ്ദേശിച്ചു. മുതുക്കൻ കുരങ്ങന്റെ വാല് തന്റെ ഗദ കൊണ്ട് ഒന്ന് തോണ്ടി മാറ്റാനേയുള്ളൂ എന്ന ചിന്തയാൽ ഭീമസേനൻ ഗദ ഉപയോഗിച്ച് അപ്രകാരം ചെയ്യാനൊരുങ്ങി. പക്ഷേ നിഷ്പ്രയാസമെന്ന് ഭീമൻ കരുതിയ കാര്യം വളരെയധികം പണിപ്പെട്ടിട്ടും മുതുക്കൻ കുരങ്ങന്റെ വാല് മാറ്റാൻ പോയിട്ട് ചെറുതായിട്ടൊന്ന് അനക്കാൻ പോലും ഭീമസേനായില്ല. ഒരു കിഴവൻ കുരങ്ങന്റെ മുന്നിൽ തന്റെ ശക്തി മുഴുവൻ ചോർന്നതുകൊണ്ട് ഭീമസേനന് തന്റെ അസാമാന്യ ശക്തിയിലുണ്ടായിരുന്ന അഹന്ത നിശേഷം അവസാനിച്ചു. ഭീമന്റെ അഹങ്കാരത്തിന് ശമനം വന്നുവെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ താൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തി. ഭീമനും വായുപുത്രനാണല്ലോ. തന്റെ ജ്യേഷ്ഠനായ ഹനുമാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ഭീമസേനനെ ഹനുമാൻ അനുഗ്രഹിച്ച ശേഷം ശ്രീരാമന്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഭീമൻ അന്വേഷിച്ചിറങ്ങിയ പുഷ്പം കല്യാണ സൗഗന്ധികമാണെന്നും ആ വിശിഷ്ട പുഷ്പം കുബേരന്റെ അധീനതയിലുള്ള സൗഗന്ധിക പൊയ്കയിലാണ് ഉള്ളതെന്നും പറഞ്ഞ ഹനുമാൻ അങ്ങോട്ടുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. കുബേരന്റെ അധീനതയിലുള്ള സൗഗന്ധിക പൊയ്കയിലിറങ്ങിയ ഭീമസേനൻ നീന്തിച്ചെന്ന് ആവശ്യമുള്ളത്ര പൂക്കൾ പറിച്ചെടുത്തു. അനുവാദം കൂടാതെ പൊയ്കയിലിറങ്ങിയ ഭീമസേനോട് കാവൽക്കാരായ രാക്ഷസർ എതിർത്തു നിന്നുവെങ്കിലും ഭീമൻ നിഷ്പ്രയാസം അവരെയെല്ലാം തോൽപ്പിച്ചോടിച്ചു. വിവരമറിഞ്ഞ കുബേരൻ ഭീമന് പുഷ്പങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാനുള്ള അനുവാദം നൽകി. വിശിഷ്ടമായ സൗഗന്ധിക പുഷ്പങ്ങൾ ഭീമസേനൻ കൊണ്ടുപോയി പാഞ്ചാലിക്ക് സമ്മാനിച്ചു. ബദരിയിൽ നിന്നും പാണ്ഡവർ വിശാഖയുവത്തിലെത്തി. ഒരു ദിവസം അവർ അവിടെ കാട്ടിൽ വേട്ടയാടുകയായിരുന്നു. പെട്ടെന്ന് വീശിയ കൊടുങ്കാറ്റിൽ ഭീമൻ ഒറ്റപ്പെട്ടു. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ ഭീമനെ ഒരു പെരുമ്പാമ്പ് അതിന്റെ വാലുകൊണ്ട് വരിഞ്ഞു ചുറ്റി വിഴുങ്ങാനെടുത്തു. സർവശക്തി പ്രയോഗിച്ചിട്ടും ചുറ്റ് ശരീരത്തിൽ നിന്നും അഴിച്ചു മാറ്റാൻ കഴിയാതായ ഭീമൻ പെരുമ്പാമ്പിനോട് ചോദിച്ചു, ഇത്രയും ശക്തനായ താങ്കൾ ആരാണ്? ഭീമന്റെ ചോദ്യത്തിനുത്തരമായി പെരുമ്പാമ്പ് പറഞ്ഞു തുടങ്ങി, ഞാൻ നിന്റെ പൂർവ്വ പിതാമഹനായ നഹുഷനാണ്. ഇന്ദ്രപദവി ലഭിച്ച ഞാൻ എൻ്റെ ഐശ്വര്യ സമൃദ്ധിയിൽ വളരെയധികം അഹങ്കരിച്ചു. ബ്രഹ്മർഷിമാരെ കൊണ്ടെല്ലാം എൻ്റെ പല്ലക്ക് ചുമപ്പിച്ചു. ഒരു ദിവസം എൻ്റെ ചവിട്ടേറ്റ അഗസ്ത്യ മഹർഷി ഞാനൊരു പെരുമ്പാമ്പായി ഭൂമിയിൽ വസിക്കട്ടെ എന്ന് ശപിച്ചു. യുധിഷ്ഠിരൻ വന്ന് എനിക്ക് ശാപമോക്ഷം നൽകുമെന്നും പറഞ്ഞു. പെരുമ്പാമ്പിൻ്റെ കഥ കേട്ട ഭീമസേനൻ പറഞ്ഞു, ഞാൻ യുധിഷ്ഠിരനല്ല, അദ്ദേഹത്തിൻ്റെ അനുജൻ ഭീമസേനാണ്. അതെനിക്കറിയാം. നിന്നെ അന്വേഷിച്ച് യുധിഷ്ഠിരൻ ഇവിടെ വരാതിരിക്കില്ല. ഭീമനെ അന്വേഷിച്ചിറങ്ങിയ യുധിഷ്ഠിരൻ അവിടെ എത്തി. ധർമ്മപ്രശ്നങ്ങളെ സംബന്ധിച്ച് പെരുമ്പാമ്പ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം യുധിഷ്ഠിരൻ മറുപടി നൽകി. ഭീമസേനെ വരിഞ്ഞു മുറുക്കിയ വാൽ പതുക്കെ അയഞ്ഞു തുടങ്ങി. ശാപമോക്ഷം ലഭിച്ചു മുക്തനായ നഹുഷൻ യുധിഷ്ഠിരനെയും ഭീമസേനെയും അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗലോകത്തേക്ക് പോയി. പാണ്ഡവർ പാഞ്ചാലിയുമൊത്ത് വിശാഖയുവത്തിൽ നിന്നും വീണ്ടും കാമ്യകവനത്തിൽ എത്തിച്ചേർന്നു. സത്യഭാമ സമേതനായി ശ്രീകൃഷ്ണൻ അവിടെ എത്തി കുറച്ചു ദിവസം അവരോടൊപ്പം താമസിച്ച് ദ്വാരകയിലേക്ക് മടങ്ങി. ഹസ്തിനപുരിയിലെത്തിയ ധൃതരാഷ്ട്രരെ സന്ദർശിച്ച വഴിപോക്കനായ ഒരു ബ്രാഹ്മണൻ വനത്തിൽ പാണ്ഡവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വിവരിച്ചു. അത് കേൾക്കാനിടയായ ശകുനി, കർണൻ, ദുര്യോധനൻ തുടങ്ങിയവർക്ക് ഉണ്ടായ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല. ദുര്യോധനന്റെ പ്രതാപ ഐശ്വര്യങ്ങൾ പ്രദർശിപ്പിക്കാൻ പറ്റിയ അവസരം ഇതുതന്നെ. സകലവിധ പ്രൗഢിയോടും കൂടി വനത്തിലെത്തണം. കൗരവരെ കണ്ട് പാണ്ഡവർ അസൂയമൂത്ത് എരിഞ്ഞെരിഞ്ഞ് ദഹിക്കണം. പാണ്ഡവർ താമസിക്കുന്ന ദ്വൈതവനത്തിൽ കൗരവർക്ക് ധാരാളം പശുത്തൊഴുത്തുകളുണ്ട്. പശുക്കളെ പരിശോധിക്കാനെന്ന വ്യാജേന ധൃതരാഷ്ട്രരുടെ അനുവാദം വാങ്ങി ദുര്യോധനാദികൾ പുറപ്പെട്ടു. ആനയും അമ്പാരിയും കുതിരപ്പടയും ധാരാളം സുന്ദരിമാരും ഉൾപ്പെടുന്ന അകമ്പടിക്കാരൊക്കെയുമായി ആഘോഷയാത്ര ദ്വൈതവനം ലക്ഷ്യമാക്കി പശുത്തൊഴുത്തുകൾ സന്ദർശിച്ചുവെന്ന് വരുത്തി ഘോഷയാത്രാ സംഘം ദ്വൈതവനത്തിലെ ഒരു കുളത്തിൽ നീരാട്ടിനിറങ്ങി. ആ സമയത്ത് അവിടെ എത്തിയ ചിത്രസേനനും മറ്റ് ഗന്ധർവന്മാരും ഘോഷയാത്രാ സംഘവുമായി തർക്കിച്ചു. തർക്കം മൂത്ത് യുദ്ധം ആരംഭിച്ചു.
മായായുദ്ധത്തിൽ മിടുക്കനായ ചിത്രസേനോട് ഏറ്റുമുട്ടിയ കർണൻ, ദുര്യോധനൻ, ശകുനി കൂടാതെ നല്ലൊരു ഭാഗം കൗരവസേനയും തോറ്റു പിന്തിരിഞ്ഞോടി. ദുര്യോധനെയും ശേഷിച്ചവരെയും ചിത്രസേനൻ പിടിച്ചുകെട്ടി. തോറ്റോടിയ ദുശാസനാദികൾ തൊട്ടടുത്ത് താമസിക്കുന്ന പാണ്ഡവരെ ചെന്ന് കണ്ട് സങ്കടം ബോധിപ്പിച്ചു. ഈ സംഭവം ഭീമനെ നന്നേ രസിപ്പിച്ചു. എന്തു വില കൊടുത്തും കൗരവരെ രക്ഷിക്കാമെന്ന യുധിഷ്ഠിരന്റെ വാക്കുകൾ മാനിച്ച് മറ്റു 4 സഹോദരങ്ങളും ഉടൻ തന്നെ ആയുധധാരികളായി ചിത്രസേനന്റെ അടുക്കിലെത്തി. തന്റെ മായാവിദ്യകളൊന്നും അർജുനനോട് ഫലിക്കുകയില്ലെന്ന് വ്യക്തമായി അറിയാവുന്ന ചിത്രസേനൻ പാണ്ഡവരുമായി രമ്യതയിലെത്തി. ബന്ധനസ്ഥരായ കൗരവരെ യുധിഷ്ഠിരന്റെ മുന്നിൽ വെച്ച് മോചിപ്പിച്ചു. തന്റെ പ്രൗഢി പാണ്ഡവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി ഘോഷയാത്രയ്ക്കൊരുങ്ങിയ ദുര്യോധനൻ ഇത്തരത്തിലൊരു അക്കിടി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലല്ലോ. നാണിച്ച് തലകുനിച്ച് നിൽക്കുന്ന ദുര്യോധനനെ സമാധാനിപ്പിച്ചുകൊണ്ടും ഇത്തരം അവിവേകങ്ങളിൽ മേലാൽ ഇടപെടരുതെന്ന് ഉപദേശിച്ചുകൊണ്ടും യുധിഷ്ഠിരൻ അവരെ യാത്രയാക്കി. തീരാശത്രുക്കളായ പാണ്ഡവരിൽ നിന്ന് അഭയം കിട്ടിയതുകൊണ്ടുള്ള അപമാനം സഹിക്കവയ്യാതെ ദുര്യോധനൻ മരിക്കുന്നതുവരെ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. കർണനും ദുശാസനനും അമ്മാവനായ ശകുനിയുമെല്ലാം ദുര്യോധനനോട് ഈ ശ്രമത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പാണ്ഡവ വിദ്വേഷികളും പാതാള നിവാസികളുമായ അസുരന്മാർ ഈ വാർത്തയറിഞ്ഞ് ഒരു ഹോമം നടത്തി. ആ ഹോമത്തിൽ നിന്നുണ്ടായ കൃത്തികയെ അയച്ച് ഉപവാസം അനുഷ്ഠിക്കുന്ന ദുര്യോധനനെ പാതാളത്തിലേക്ക് വരുത്തിച്ചു. അധികം വൈകാതെ തന്നെ നടക്കാനിരിക്കുന്ന കൗരവ പാണ്ഡവ യുദ്ധത്തിൽ നരകാസുരൻ ഉൾപ്പെടെ സകല അസുരന്മാരുടെയും പിന്തുണ കൗരവർക്ക് നൽകാമെന്നും അതിന്റെ ഫലമായി പാണ്ഡവരെ അനായാസം ജയിക്കുവാൻ ദുര്യോധനന് കഴിയുമെന്നുമുള്ള അസുരവാക്കുകൾ കേട്ട ദുര്യോധനൻ തന്റെ ഉപവാസം അവസാനിപ്പിച്ച് ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ.